ക്ലോസറ്റ്സ്, ഓപ്പൺ റിം, ഹോൾഡ് റിം, റിംലെസ്, പിന്നെ വാഷ് ഡൗൺ ടോയ്ലറ്റ്സ്, സൈഫോണിക് ടോയ്ലറ്റ്സ്, വാൾ ഹങ് ടോയ്ലറ്റ്സ്, എക്സ്റ്റൻഡഡ് വാൾ ഹങ് ടോയ്ലറ്റ്സ്, ഇതേപോലെ 10ഓളം വെറൈറ്റി ഓഫ് സാനിറ്ററി വെയർ തന്നെ നമുക്കുണ്ട്. പക്ഷേ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്തുവാണെന്ന് കസ്റ്റമേഴ്സിന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഈ വാക്കുകൾ അവർ കേൾക്കുന്നത് തന്നെ ഒരു ഷോറൂമിൽ ചെന്ന് ഒരു സെയിൽസ്മാന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. ആ ചെറിയ സമയം കൊണ്ട് ഈ ടെക്നോളജിക്കൽ ഡിഫറൻസസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇതേപോലത്തെ ടെക്നോളജിക്കൽ ഡിഫറൻസസ് പറഞ്ഞു തരുന്ന വീഡിയോസും മലയാളത്തിൽ അധികമില്ല. അതുകൊണ്ട് ഒരു 50ഓളം നല്ല വീഡിയോസ്, ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട വീഡിയോസ് ടൈൽസിനെ കുറിച്ച് ചെയ്തു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ തിരിയുന്നു സാനിറ്ററി വെയറിന്റെ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൽ. സാനിറ്ററിയിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വെറൈറ്റി പോലെ തന്നെ CP ഫിറ്റിംഗ്സിനകത്തും ഇഷ്ടം പോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന മിക്സറിനകത്ത് ലോ ഫ്ലോ കാട്രിഡ്ജ് ആണോ ഹൈ ഫ്ലോ കാട്രിഡ്ജ് ആണോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? ഇതിന്റെ പുറത്ത് ഈ കാണുന്നത് ക്രോം, അത് സിൽവർ ക്രോം ആണോ അതോ ഗ്രേ ക്രോം ആണോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? പിന്നെ അതുകൂടാതെ ഈ വാൾ മിക്സറിനകത്ത് തന്നെ അല്ലെ പല ഫർദർ ഓപ്ഷൻസ് ഉള്ള വാൾ മിക്സേഴ്സ് ഉണ്ട്. ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്തുവാണ്? ഏതാണ് നമ്മൾ എടുക്കേണ്ടത്, ഏതാണ് നമ്മൾ എടുത്തുകൂടാത്തത്? ഇതിനെല്ലാം വ്യക്തമായിട്ട് ഒരു ആൻസർ ഉണ്ട്. പക്ഷേ ഇത് വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട്, ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് കൊണ്ടോ ഒരു ഷോറൂമിൽ പോയി നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ടൈൽസിന്റെ ഒരു 50ഓളം വീഡിയോ ചെയ്തു കഴിഞ്ഞ് ഇനി സാനിറ്ററി CPയെ കുറിച്ചുള്ള ഒരു പുതിയ സീരീസ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ ടൈൽസിന് തന്നെ അതേ സപ്പോർട്ട് ഈ വീഡിയോസിനും തരും. സബ്സ്ക്രിപ്ഷൻ ഇനിയും കൂടും, വ്യൂയിങ് അവേഴ്സ് ഇനിയും കൂടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ എല്ലാ വീട്ടിലും ഡൈവേർട്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന പല വീടുകളിലും അത് ഉപയോഗിക്കാതെ പോകുന്നു. കാരണം അതിന്റെ ഡിഫറൻസ് ആർക്കും അറിയത്തില്ല. വാൾ മിക്സറും ഡൈവേർട്ടറും തമ്മിലുള്ള എന്താ വ്യത്യാസം? ഈ വലിയ ഡിസ്കുള്ള ഡൈവേർട്ടറും ഈ ചെറിയ ഡിസ്കുള്ള ഡൈവേർട്ടറും തമ്മിൽ എന്തുവാണ് വ്യത്യാസം? ഒരു ഗ്രോഹെ പോലത്തെ ഒരു ഇന്റർനാഷണൽ ജർമ്മൻ ബ്രാൻഡ് ഉപയോഗിക്കുന്നതും ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഉപയോഗിക്കുന്നതും തമ്മിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്? ഇതൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസിന്റെ കണ്ടന്റ്സ്. ഇനി ഇതുകൂടാതെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ വേറൊരു മാറ്ററും കൂടെ ഉണ്ട്. അതാണ് വാഷ് ബേസിൻസ്. വാഷ് ബേസിൻസ് ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കോംപ്ലക്സ് സെലക്ഷൻ ഒരു സാനിറ്ററി വെയറിനകത്ത്. കാരണം ഇത്രയും വെറൈറ്റി ഇതിനകത്തുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രോം വാൾ ഹങ് വിത്ത് ഹാഫ് പെഡസ്റ്റൽ, നമുക്ക് ഇവിടെ വിതൗട്ട് ഹാഫ് പെഡസ്റ്റൽ, ഏത് കേസിൽ ഹാഫ് പെഡസ്റ്റൽ യൂസ് ചെയ്യാൻ പറ്റും, ഏത് കേസിൽ ഹാഫ് പെഡസ്റ്റൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഹാഫ് പെഡസ്റ്റൽ യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള കൺസ്ട്രെയിന്റ് എന്തൊക്കെയാണ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ വാഷ് ബേസിൻസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇന്റഗ്രേറ്റഡ് വാഷ് ബേസിൻസ്, ഇത് എടുക്കാവോ, എടുത്തൂടാ, എവിടെ എടുക്കാൻ പറ്റും, എവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇതുകൂടാതെ കൗണ്ടർ വാഷ് ബേസിൻസ്, ഓവർ ദി കൗണ്ടർ വാഷ് ബേസിൻസ്, അണ്ടർ ദി കൗണ്ടർ വാഷ് ബേസിൻസ്, ഇതേപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് വാഷ് ബേസിൻസും വാനിറ്റി ക്യാബിനറ്റ്സും ഇതിനെക്കുറിച്ച് എല്ലാം ആണ് ഈ വരാൻ പോകുന്ന സീരീസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തുക, ആദ്യം കാണാൻ വേണ്ടി.